ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ ഫോട്ടോസ് എടുക്കുന്നവരാണ്. നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ സ്റ്റാറ്റസ് ഇടാനായാലും പോസ്റ്റുകൾ ഇടാനായാലും നമ്മൾ അതിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്താറുണ്ട്. കാരണം നമ്മുടെ ഫോട്ടോസിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടാവും. ഒന്നല്ലെങ്കിൽ ബ്ലറാവും, അല്ലെങ്കിൽ ലൈറ്റിങ് ശരിയാവില്ല. അപ്പോൾ നമ്മൾ അതിനെ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ടൂൾസുകൾ യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ നമ്മുടെ ഗൂഗിൾ ഫോട്ടോസിൽ നമുക്ക് യൂസ്ഫുൾ ആകുന്ന കുറച്ച് ടൂൾസുകളുണ്ട്. നമ്മൾ എടുത്ത ഫോട്ടോസിലെ മിസ്റ്റേക്കുകളും അതേപോലെ തന്നെ ഫോട്ടോസിനെ കുറച്ചും കൂടി അടിപൊളിയാക്കാനായിട്ട് ഈ ടൂൾസുകൾ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ആ ടൂൾസുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ഏത് ഫോട്ടോ ആണോ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ടത്, ജസ്റ്റ് ആ ഒരു ഫോട്ടോ ഗൂഗിൾ ഫോട്ടോസിൽ ഓപ്പൺ ആക്കി എഡിറ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ടൂൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അപ്പോൾ അതിൽ കുറച്ച് ടൂൾസുകളുണ്ട്. ആ ടൂൾസുകളെല്ലാം തന്നെ നമുക്ക് യൂസ്ഫുൾ ആകുന്ന ടൂൾസുകളാണ്. നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഒരു ഫോട്ടോ ആയിരിക്കില്ല, ചിലപ്പോൾ ധാരാളം ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുന്നുണ്ടാവും. അതിൽ നിന്ന് ഇഷ്ടമുള്ളവരെല്ലാം സെലക്ട് ചെയ്യാം. ചിലപ്പോൾ ഈ ക്ലിക്ക് ചെയ്യുന്നതിൽ അടിപൊളി പോസ്റ്റിലുള്ള ഫോട്ടോസ് ചിലപ്പോൾ ബ്ലറായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായി, പക്ഷെ അത് അബദ്ധവശാൽ അത് ബ്ലറായി പോയി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആ ടൂൾസ് അൺബ്ലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മളുടെ ഫോട്ടോസിലെ ബ്ലർനെസ് അനുസരിച്ച് അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ബ്ലറായ ഫോട്ടോ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്ലാരിറ്റിയോട് കൂടെ തന്നെ കിട്ടുന്നതാണ്. ഇപ്പോൾ ഇവിടെ കാണുന്നത് പോലെ ഈ ഒരു ടൂള് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഫോട്ടോ ബ്ലർ ആവുന്നത് അതേപോലെ തന്നെ അൺബ്ലർ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ഫോട്ടോസിലെ ബ്ലർനെസ് അനുസരിച്ച് ഈ ടൂൾ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ടൂൾ എന്ന് പറയുന്നത് പോർട്രേറ്റ് ലൈറ്റ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എക്സ്പോസർ കൂടുതലായിരിക്കും, ചിലപ്പോൾ ആവശ്യമില്ലാണ്ട് ലൈറ്റിംഗ് വരും, സൺലൈറ്റ് അടിക്കും. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഭയങ്കരമായിട്ട് എക്സ്പോസ് ആവും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫോട്ടോയിൽ എക്സ്പോഷർ കുറയ്ക്കാനും അതേപോലെ തന്നെ ലൈറ്റിംഗ് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും ഈ ഒരു ടൂൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതേപോലെ തന്നെ ഇൻ കേസ് നിങ്ങളുടെ ഫോട്ടോസിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ലൈറ്റിംഗ് കുറവാണെങ്കിൽ ആ ഒരു ഭാഗത്ത് ലൈറ്റിംഗ് ആഡ് ചെയ്യാനും ഈ ഒരു ടൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ടൂൾ ഉപയോഗിച്ച് കറക്റ്റായിട്ട് ലൈറ്റിംഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോ അടിപൊളിയായിരിക്കും. അപ്പോൾ അടുത്തൊരു ടൂൾ എന്ന് പറയുന്നത് കളർ ഫോക്കസ് ആണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഒബ്ജക്റ്റ്, അതായത് നിങ്ങളുടെ ഫോട്ടോയിലെ സബ്ജക്റ്റ് ഏതാണ്, ഇപ്പോൾ നിങ്ങളാണ് സബ്ജക്റ്റ്, ആ ഒരു സബ്ജക്റ്റിനെ ഫിക്സ് ചെയ്തിട്ട് ബാക്കി ബാക്ക്ഗ്രൗണ്ടും അതേപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസ് ഫുള്ള് നിങ്ങൾക്ക് കളറ് ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് മാത്രം എടുത്ത് കാണിക്കും. എനിക്ക് ഈ ടൂൾ ഇഷ്ടപ്പെട്ടു. കാരണം സബ്ജക്റ്റിനെ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാൻ, അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് അതേപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുമ്പോൾ സബ്ജക്റ്റ് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് സബ്ജക്റ്റ് കറക്റ്റായിട്ട് എടുത്ത് നിൽക്കും. അപ്പോൾ ഈ ഒരു ടൂൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോസിൽ എഡിറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു ടൂൾ എന്ന് പറയുന്നത് എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും, എന്നാലും ഞാൻ പറയാം, മാജിക് ഇറേസർ. നിങ്ങളുടെ ഫോട്ടോസിൽ ഏതെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ അൺവാണ്ടഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ജസ്റ്റ് ഈ മാജിക് ഇറേസർ ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. അടുത്തൊരു ടൂൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ ഫോട്ടോസ് ക്ലിക്ക് ചെയ്തപ്പോൾ, അതായത് നിങ്ങൾ ഫോട്ടോസ് എടുത്തപ്പോൾ നോർമൽ ഫോട്ടോസ് എടുത്തു, പക്ഷേ നിങ്ങൾ ആ ഒരു ഫോട്ടോ പോർട്രേറ്റ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നാവെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. ബ്ലർ എന്ന് പറഞ്ഞ ടൂളാണ്. അപ്പോൾ ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് സബ്ജക്റ്റിനെ അവിടെ നിർത്തിയിട്ട് ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് നിങ്ങൾക്ക് ബ്ലർ ആക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ടൂൾസ് നിങ്ങളുടെ ഗൂഗിൾ ഫോട്ടോസിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടൂളിനെ പറ്റി നിങ്ങൾക്ക് അറിയോ അറിയില്ല ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഏത് ടൂളാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.